ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ മാസം 7-ാം തീയതി മുതൽക്ക് 13-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ, അതായത് 7 ദിവസത്തെ മേഷാദി എല്ലാ മേടം കൂർ മുതൽക്ക് 12 രാശികളിലുള്ളവർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഗ്രഹസ്ഥിതി അനുസരിച്ച് ചൊവ്വ മേടത്തിലാണ്, സൂര്യൻ ഇടവത്തിലാണ്, ബുധനും ശുക്രനും മിഥുനത്തിലും, ഗുരു അതായത് വ്യാഴം കർക്കടകത്തിലും, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ് ഗ്രഹസ്ഥിതി. ആദ്യം നമുക്ക് മേടം രാശിയുടെ, അതായത് ഏരീസിൻ്റെ ഫലം നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും, അതായത് കാർത്തികക്കാലും ചേർന്നതാണ് മേടക്കൂറ്. ഇവർക്ക് ചിന്തയും പ്രവർത്തനവും ഒക്കെ പോസിറ്റീവായിട്ട് മുന്നേറുന്ന ഒരു കാലമാണ്. ലഗ്നത്തിൽ ചൊവ്വയാണ്. അത് പ്രവർത്തനശേഷിയും ബലവും ഓജസ്സും ഒക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. 7-8 തീയതി, ജൂൺ 7-8 തീയതികളിൽ കുറച്ചൊക്കെ ഒരു മടി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ 9-10 ദിവസങ്ങളിൽ കമ്മ്യൂണിക്കേഷനും നെഗോഷിയേഷൻസും ഒക്കെ, അതുപോലെ ഇൻ്റർവ്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മികച്ച ഫലം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് എടുത്ത തീരുമാനങ്ങൾ പിന്നീട് വരുംകാലത്ത് അതിൻ്റെ പ്രയോജനം, അതായത് പിന്നീട് അതിൻ്റെ നല്ല ഫലം കിട്ടാൻ സാധ്യതയുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ 11-ാം തീയതി എടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടും. ജോലി രംഗത്തിൽ ആദ്യകാലത്തെ പ്ലാനിങ്ങും പിന്നീട് എക്സിക്യൂഷനും ഒക്കെ നടത്തും. അതിൻ്റെ ഒരു ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ നടക്കുകയും അത് അനുകൂലമായിട്ട് കാണാനും സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് ചെറിയ ഗെയിൻസൊക്കെ ഉണ്ടാവും, ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടാവും. വീടുമായിട്ടുള്ള ചിലവുകളും വളരെ കൂടുതലായിരിക്കും. കുടുംബജീവിതത്തിൽ 11-ന് ശേഷം കുറച്ച് കൂടെ ഐക്യത്തോടു കൂടി വർദ്ധിക്കാൻ, അത് കുടുംബാംഗങ്ങളുമായിട്ട് ഐക്യത്തോടെ വർദ്ധിക്കാൻ 11-ാം തീയതിക്ക് ശേഷമാണ് സാധ്യത കൂടുതൽ. ആരോഗ്യപരമായിട്ട് തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് ഊഷ്മാവ്, ചൂട് കൂടുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിക്ക് പൂജിക്കുക, അഥവാ ആ മന്ത്രങ്ങൾ ജപിക്കുക, ഹനുമാൻ ചാലിസ മുതലായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു അവധാനതയോടുകൂടി തീരുമാനങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് റോങ് ആയിട്ടുള്ള ചിന്ത നമ്മളെപ്പറ്റി മറ്റുള്ളവരിൽ ഉണ്ടാകുകയും അതുമൂലം ഉണ്ടാകുന്ന ചില സ്ട്രെസ്സൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ കുറച്ചൊരു മനോവിക്ഷോഭങ്ങളൊന്നും കൂടാതെ എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് ഇതിനെ വിളിക്കുക. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവൻ രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു സ്ഥിരമായിട്ടുള്ള ആശയങ്ങളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലഗ്നത്തിലാണ് സൂര്യൻ. അത് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് 7-8 ദിവസങ്ങൾ കുറച്ച് മോശമായി എന്ന് പറയേണ്ടതായിട്ട് വരും. എന്നാൽ 9-10 ദിവസങ്ങളിൽ ബുധൻ 2-ാം ഭാവത്തിൽ ശക്തമാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമെടുക്കാൻ നല്ലതാണ്. അതുകൊണ്ട് പിന്നീട് അത് പ്രയോജനം ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അതായത് ധനം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ ഈ പറയുന്ന ദിവസങ്ങൾ 9-10 ദിവസങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. പുതിയ പദ്ധതികൾ തുടങ്ങാനും ഒക്കെ, അതായത് ഈ ആഴ്ചയുടെ അവസാനമാകുമ്പോഴത്തേക്കും പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാനുള്ള പ്ലാനിങ്ങും ഒക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു പ്രചോദനവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്ലാനിങ്ങും ഫിനാൻഷ്യൽ ഗ്രോത്തും ഒക്കെ ജോലിയിൽ കാണാം. അത് മുന്നേറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉത്കർഷം തന്നെ ആണ് ഉണ്ടാകാൻ സാധ്യത. മറ്റ് നെഗറ്റീവായിട്ട് പറയത്തക്ക വിധത്തിൽ ഒന്നും തന്നെ ഇല്ല. വരുമാനത്തിലാണെങ്കിലും ധനപരമായിട്ടുള്ള വർധന തന്നെയാണ് ഉണ്ടാവുക. മറ്റ് ദോഷങ്ങളോ കഷ്ടനഷ്ടങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബജീവിതത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അത് കുടുംബത്തിൽ നമ്മുടെ വാക്കുകളെ കൊണ്ട് തന്നെ ശത്രുത്വം അഥവാ ഒരു പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മിതമായ വാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ ചില ഫ്രിക്ഷൻസൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇവർക്ക് തൊണ്ട സംബന്ധമായിട്ട്, വോക്കൽ കോഡ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അത് കുറച്ച് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചില സർജറിയോ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അതായത് അങ്ങനെയുള്ള രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കുന്ന സമയത്ത്, ഈ കാലം അത് കുറച്ച് അനുകൂലമാണ്. അതുള്ളവർക്ക് മാത്രം അങ്ങനെയുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. പരിഹാരമായിട്ട് മഹാവിഷ്ണുവിനെ പൂജിക്കുക തന്നെയാണ് അത്യുത്തമം. അത് ലക്ഷ്മി സമേതനായിട്ടുള്ള മഹാലക്ഷ്മിയാണെങ്കിൽ
ആ, ലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവാണ് എന്നുണ്ടെങ്കിൽ അത് ഏറെ, അതായത് ലക്ഷ്മി നാരായണൻ എന്നൊക്കെയാണ് പറയുക, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, ഇതൊക്കെയും നല്ല ഫലങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് അതിന് പേര് പറയുന്നത്. മകരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദം 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനൻ രാശിക്കാർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ എല്ലാ തരത്തിലും മാനസികമായിട്ടും മറ്റേ ഫിനാൻഷ്യലായിട്ടും അവരുടെ ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ കുറച്ച് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന കാലമാണ്. ബുധനും ശുക്രനും ലഗ്നത്തിൽ തന്നെയാണ്. 2ാം ഭാവത്തിൽ വ്യാഴവുമുണ്ട്. പൊതുവേ തന്നെ സമൂഹത്തിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ കൂടുതൽ അംഗീകരിക്കപ്പെടും. അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ കൂടും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രവർത്തന മികവുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സോ കരിയറോ അത് ഏതൊരു മേഖലയിലാണോ അവർ പ്രവർത്തിച്ചിരുന്നത് അവരുടെ കർമ്മം പുഷ്ടിപ്പെടും എന്ന് ആണ് ഇവിടെ പറയേണ്ടത്. 9, 8, 9 ദിവസങ്ങളിലും മറ്റുമൊക്കെ 8, 9, 10 വരെയുള്ള ദിവസങ്ങളിലൊക്കെ ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു പീക്ക് അനുഭവപ്പെടുന്ന കാലമായിരിക്കും. ഇൻ്റർവ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഡിസ്കഷൻസ്, മീറ്റിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ പ്രസൻറ്റേഷനൊക്കെ നടത്തേണ്ടി വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ അത് അതിൻ്റെ ഒരു ഏറ്റവും മികച്ച സമയമായിട്ട് കണക്കിലെടുക്കാവുന്നതാണ്. ഫിനാൻഷ്യൽ ഗ്രോത്തിന് അനുകൂലമായിട്ടുള്ള ചില ഡിസിഷൻസൊക്കെ ഈ ആഴ്ചയുടെ അവസാനം എടുക്കും, അഥവാ എടുക്കാൻ അനുയോജ്യവുമാണ്. അതുകൊണ്ട് ഭാവിയിലേക്ക് ചില പ്രയോജനങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രയോജനങ്ങൾ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ജോലി മേഖലയിൽ, അതായത് പ്രവൃത്തി മേഖലയിൽ ചില കൂടുതൽ റെക്കഗ്നീഷൻ, ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ ചില ഉന്നത സ്ഥാനങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനത്തിലും ധന ആഗമ മാർഗങ്ങളിൽ ഒരു വളർച്ച ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. കുടുംബജീവിതത്തിലും അവർക്ക് സന്തോഷം തന്നെയാണ് ഉണ്ടാകുന്നത്. മറ്റ് മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കുടുംബത്തിലുണ്ടാകും. സന്തോഷകരമായിട്ടുള്ള ഒരാഴ്ച തന്നെയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ആരോഗ്യപരമായിട്ടും വളരെ നല്ലതാണ്. ഒരു ഓവർ തിങ്കിങ്ങിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെയും അനുകൂലം തന്നെയാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ബുധശാന്തി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രം, ധാന്യം മുതലായിട്ടുള്ളവ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് അതിനെ വിളിക്കുന്നത്. പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഈ ആഴ്ച ഒരു പ്രത്യേക ഒരു ട്രെയിനിങ് ഫേസായിട്ട് അവരെ എടുക്കാവുന്നതാണ്. വ്യാഴം ലഗ്നത്തിലേക്ക് വന്നു, അത് ഉച്ചസ്ഥനവുമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഉയർന്ന തലത്തിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ചില സെറ്റ് ബാക്സോ അല്ലെന്നുണ്ടെങ്കിൽ അപചയങ്ങളോ ഒക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഈ ഭാഗ്യവും ദൈവിക അനുഗ്രഹങ്ങളും ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു കാലമാണ്. ആദ്യ ഭാഗത്ത് കുറച്ച് സ്ലോനെസ്, അതായത് 7, 8 മുതലായിട്ടുള്ള തീയതികളിലൊക്കെ കുറച്ച്, അല്ലെങ്കിൽ 9 മുതലായിട്ടുള്ള തീയതികളിലൊക്കെ കുറച്ചൊരു സ്ലോ ഫേസ് ഉണ്ടായേക്കാം. അതായത് ഒരു ഇൻഫീരിയോറിറ്റി ഒരു ഫീലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 9, 10 ഒക്കെ ആകുമ്പോഴത്തേക്കും ആത്മവിശ്വാസം കൂടും. 11 ഒക്കെ ആകുമ്പോഴത്തേക്കും തീരുമാനങ്ങൾ എടുക്കത്തക്ക വിധത്തിൽ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ മാറുകയൊക്കെ ചെയ്യും. അങ്ങനെ ജോലിയിലും മറ്റൊക്കെ നൂതന അവസരങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി കാണാൻ സാധിക്കുകയും ചെയ്യും. ധനപരമായിട്ട് വളർച്ചയാണ്. മറ്റ് ദുരിതങ്ങളോ അല്ലെങ്കിൽ മറ്റ് കഷ്ടനഷ്ടങ്ങളോ ഒന്നും വരാൻ അവർക്ക് സാധ്യതയില്ല. കുടുംബത്തിലാണെങ്കിൽ കുടുംബജീവിതത്തിലും ഒക്കെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാലം തന്നെയാണുള്ളത്. ആരോഗ്യപരമായിട്ടും മറ്റ് ഫിസിക്കലായിട്ടുള്ള രോഗങ്ങളൊന്നും തന്നെ വരാനില്ല. മാനസികമായിട്ടും സന്തോഷം ഉള്ള ഒരാഴ്ച തന്നെയാണ് ഇവർക്ക് ഉള്ളത്. ഇവർക്ക് ഒരു പരിഹാരം ആയിട്ട് പറയാവുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ ഗുരുവിന്, സൂര്യനോടൊപ്പം ഗുരുവിനും ശാന്തി ഹോമാദികളും ദാനങ്ങളും, അതിന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ദാനങ്ങളും ഒക്കെ നടത്തുന്നത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ അത് വർദ്ധിപ്പിക്കാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ പര്യാപ്തമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് അതിന് പേര് പറയുക. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാരാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് കുറേയേറെ വ്യത്യാസങ്ങൾ, ആന്തരികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ വരാവുന്ന കാലമാണ്. അവർ ലഗ്നത്തിൽ കേതുവാണ്. അത് 2.5 വർഷക്കാലത്തോളം ആ കേതു ലഗ്നത്തിൽ തന്നെ നിൽക്കും. അത്രയും കാലം അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ട കാലമാണ്. അതുകൂടാതെ വ്യാഴം 12ലേക്ക് വരുന്ന ഒരു കാലവും കൂടിയാണ്.
പലതും നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകാം. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് മുഴുവനും ശരിയാണോ എന്നുള്ള സംശയങ്ങളുണ്ടാവുക, ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുക, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അവരുടെ പ്രവർത്തനത്തിലും ഒക്കെ ഒരു മന്ദത പൊതുവെ തന്നെ കാണാം. നൂതനമായിട്ടുള്ള പദ്ധതികളിലേക്ക് ഈ കാലം ഇടപെടാതിരിക്കാനാണ് നല്ലത്. എന്നാൽ ഒരു റീസെറ്റിംഗ് ആണ് നമ്മുടെ ജീവിതത്തിലെ പ്രൊഫഷനിലോ അല്ലെങ്കിൽ പഠിത്തത്തിലോ എന്തിലാണെങ്കിലും അവരുടെ പ്രവർത്തനത്തിലൊരു റീസെറ്റിംഗ് ആണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു ഉൾവലിയതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു എനർജി ഒന്ന് സെറ്റിൽ ചെയ്ത് ഒരു പുതിയ ഫേസിലേക്ക് വരുന്നതായിട്ട്, പ്രത്യേകിച്ച് 12ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ വരുന്നതായിട്ട് കാണാം. പലതിലും നമുക്കൊരു താല്പര്യം കുറയുന്നതായിട്ട് തോന്നിയേക്കാം. ജൂൺ മാസം ഒരു 9-10 ദിവസങ്ങളിലും ഒക്കെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധപ്പെടൽ, കൂട്ടായ്മകൾ, ഇതിൽ കൂടെയുള്ള ചില നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നെറ്റ്വർക്കിംഗ് വഴി കൂടുതൽ പേര്, 2-ലധികം പേര് ചേർന്ന് ചെയ്യുന്നതായിട്ടുള്ള വഴികളിൽ കൂടെ ചില പുതിയ നൂതന അവസരങ്ങളൊക്കെ ഉണ്ടാകാം. അതുവഴി കുറച്ച് ലാഭവും ധനലാഭവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും അവരവരുടെ ഒരു മടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻവാങ്ങൽ ഇവിടെ ശ്രദ്ധേയമാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ആദ്യകാല വ്യാഴം 11-ലായിരിക്കുന്നൊരു സമയം അനുകൂലമാണ്. എന്നാൽ അത് പിന്നീട് അത് എങ്ങനെ വരും എന്നുള്ളത്, 12ാം ഭാവത്തിലേക്ക് വരുമ്പോൾ പിന്നീട് ഏതൊക്കെ തരത്തിലാണ് അത് നെഗറ്റീവ് ആയേക്കാവുന്നത് എന്നുള്ളൊരു ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. 12-13 ദിവസങ്ങളിൽ ശനിയുടെ ഒരു സ്വാധീനം കൂടാവുന്ന, ജൂൺ 12-13 ഒരു ശനിയുടെ സ്വാധീനം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കും. അത് മാനസികമായിട്ടുള്ള സമ്മർദ്ദവും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എടുക്കേണ്ടതാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു ഗ്രോത്ത്, അതായത് വർക്ക് കാര്യങ്ങളിലോ അതിൻ്റെ ഒരു റെസ്പോൺസ് വളരെ കുറവ് തന്നെയായിരിക്കും. എന്നാൽ ഇതൊക്കെ ഒരു പ്രിപ്പയറട്ടറി ആണ്, ഇതൊക്കെ ഒരു ബേസിക്സ് ആണ്. അത് പിന്നീട് അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാകും എന്നുള്ള ചിന്ത ആവശ്യവുമാണ്. ധനം ഉണ്ട് എങ്കിൽ പോലും ഒരു എൻ്റെ വിനിയോഗത്തിൻ്റെ ഡൈവേഴ്സിറ്റി കാരണം ധനവിനിയോഗം കൂടുതലായതുകൊണ്ട് ചിലവ് വരുമാനത്തെക്കാളേറെ ചിലവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്നൊക്കെ കുറിച്ച് അകന്നു നിൽക്കുന്ന ഒരു പ്രകൃതം ഈ സമയത്ത് കാണിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഫാമിലി, കുടുംബാംഗങ്ങൾ ഒക്കെ ആയിട്ട് ഒന്ന് വിട്ടുമാറി നിൽക്കണം എന്നോ യാത്ര പോകണമെന്നോ ഒക്കെ തോന്നാവുന്ന ഒരു കാലമാണ്. ആരോഗ്യപരമായിട്ട് ഒരു മെൻ്റൽ ഫെറ്റീഗൊക്കെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് സൂര്യനെ ധ്യാനിക്കുക, സൂര്യൻ്റെ ഗായത്രി മന്ത്രം മുതലായിട്ടുള്ള മന്ത്രങ്ങളെ നിത്യേന അനുസന്ധാനം ചെയ്യുക, ധ്യാനം ചെയ്യുക ഒക്കെ വളരെ നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ഇതിൽ മൂലം ഒക്കെ നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന അനാവശ്യ ചിന്തകളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദവും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് കന്നിക്കൂറ്. വിർഗോ എന്നാണ് ഇതിനെ വിളിക്കുക. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കാലമാണ് ഈ ആഴ്ച ഇവർക്ക്. ഗുരു 11ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ എടുക്കുന്ന ജോലി അഥവാ എഫേർട്ട് അത് റിവാർഡിംഗ് ആയിട്ട് മാറുകയാണ്. നമുക്ക് അതിൻ്റെ ലാഭം കിട്ടേണ്ട കാലമാണ്. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ചില പരിശ്രമങ്ങൾക്ക് കുറേശ്ശെ ഫലം കാണാൻ തുടങ്ങും. ആദ്യ ഭാവങ്ങളിൽ 9-10 ദിവസങ്ങളിലൊക്കെ ബുധൻ 10ലേക്കും കൂടെ വരുമ്പോൾ ഒരു നമ്മുടെ കരിയറിലോ അല്ലെങ്കിൽ പ്രൊഫഷനിലോ നമ്മുടെ പഠിത്തമോ എന്താണെങ്കിലും അതിലൊരു പീക്ക്, ഒരു വലിയ നല്ല പെർഫോമൻസ് കാണിക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തന മേഖല, പ്രത്യേകിച്ച് ബിസിനസ്സിലുമൊക്കെ ചില മീറ്റിങ്സ് കൊണ്ടൊക്കെ പ്രയോജനങ്ങളുണ്ടാവും. ഡിസിഷൻ മേക്കിങ്ങിലുമൊക്കെ കൊണ്ട് ഉണ്ടാവുന്ന അനുകൂലമായിട്ടുള്ള അവസ്ഥ, അത് ഹയറപ്സ് അല്ലെങ്കിൽ മേലധികാരികൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. 11ാം തീയതി ഒക്കെ ആകുമ്പോൾ ചില ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മുഖാന്തരം നേരത്തെ ചെയ്തു വച്ചിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കാൻ, ഈ ഒരു രാശിക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ നല്ല വാർത്തകൾ, ഇനി ഭാവിയിലേക്ക് ഗുണം ചെയ്യാവുന്ന പുതിയ സംരംഭങ്ങളെ പറ്റി വാർത്തകൾ ശ്രവിക്കാൻ സാധ്യതയുണ്ട്. 12-13 തീയതികളിലൊക്കെ കുറച്ച് വർക്ക് ലോഡ് ഒന്ന് കൂടുന്നതായിട്ട് കാണും. എന്നാൽ അതിൽ നിന്നുള്ള അംഗീകാരവും ഒക്കെ സ്ഥിരത ഉള്ള വരുമാനങ്ങളും ഒക്കെ വരുന്നതാണ്. ഈ വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ പോലും ധനസമ്പാദനം ഉണ്ടാകും. അത് സേവിങ്സ് ചെയ്യാനും സാധിക്കും.
കുടുംബ ജീവിതത്തിലും സന്തോഷവും അഭിമാനവും സന്തോഷവും പരസ്പര ബന്ധവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. ആരോഗ്യവും അനുകൂലം തന്നെയാണ്. എന്നാൽ കുറച്ച് ഈ ആഴ്ചയുടെ അവസാനത്തിൽ കുറച്ച് കൂടുതൽ ജോലി, അതായത് ശാരീരികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ നിത്യമായിട്ട് തന്നെ പാരായണം ചെയ്യുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ ഒരു പരിഹാരമായിട്ട് പറയാവുന്നതാണ്. അടുത്തത് തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് അതിനെ വിളിക്കുക. ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങളും ചോതിയും വിശാഖത്തിൽ മുക്കാൽ, അതായത് 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറുകാർക്ക് ഭാഗ്യവും ഉണ്ടാവും. കരിയറിൽ അല്ലെങ്കിൽ പ്രൊഫഷണലിൽ കുറേയേറെ ഗ്രോത്തും ഉണ്ടാകുന്ന ഒരു കാലമാണ്. വ്യാഴം 10ലാണ്. 10 എത്തുമ്പോഴതോടുകൂടി ഈ കർമ്മഭാവത്തിൽ വളരെ പുഷ്ടിയുണ്ടാകും. ജൂൺ മാസം അവസാനം 9, 10 തീയതികളിലൊക്കെ 9ാം ഭാവത്തിലെ ബുധൻ്റെ പ്രഭാവം കൊണ്ട് ചില നൂതനമായിട്ടുള്ള പദ്ധതികൾ പഠിക്കുക, പുതിയ ലേണിംഗ് അവസരങ്ങളുണ്ടാവുക, ഹയർ എഡ്യൂക്കേഷനുള്ള സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടാവുക, ഗൈഡൻസ് ഉണ്ടാവുക, ഇതൊക്കെയും സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ നേരിട്ട് നമ്മുടെ ആ കരിയറിനെ ബാധിക്കത്തക്ക വിധത്തിലായിരിക്കും മുൻകൂട്ടി ചെയ്തിരുന്നതായിട്ടുള്ള അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് ഇപ്പോൾ കാണുന്നത്. ജൂൺ 11 വലിയ ഒരു റെക്കഗ്നീഷൻ, അതുപോലെ പുതിയ അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അതൊക്കെ ജീവിതത്തിൽ വന്ന് ചേരുന്നതായിട്ട് കാണാം. ഇതൊരു ടേണിംഗ് പോയിൻ്റ് പോലെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആഴ്ചയുടെ അവസാനം കുറച്ച് വർക്ക് ലോഡ് കൂടാൻ സാധ്യതയുണ്ട്. അതൊക്കെ വിജയകരമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ധനകാര്യത്തിലും ധനപരമായിട്ട് ചില വർധനകളും അനുകൂലം തന്നെയാണ്. കുടുംബജീവിതത്തിൽ സമാധാനത്തോടുകൂടി വർത്തിക്കാൻ സാധിക്കും. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. ആരോഗ്യവും ഇവർക്ക് അനുകൂലം തന്നെയാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ദേവീ പൂജ, ദുർഗാദേവി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭഗവത് സേവ ചെയ്യുക, ദുർഗാപൂജ ചെയ്യുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക, വെള്ളിയാഴ്ച ദിവസം പായസാദി വിശേഷ നിവേദ്യങ്ങളോടുകൂടി പൂജ നടത്തുന്നതും ദേവിക്ക് പൂജ നടത്തുന്നതുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്. അടുത്തത് വൃശ്ചിക കൂറാണ്. സ്കോർപിയോ എന്നാണ് അതിനെ വിളിക്കുന്നത്. വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചിക കൂറ്. വൃശ്ചിക രാശിക്കാർക്ക് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ചില കൺഫ്യൂഷൻസ് പലതും ഉണ്ടാകും. തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് ഈ ആഴ്ച അതിനൊരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണാവുന്നതാണ്. അതായത് വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഭാഗ്യ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു. അതുകൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തനക്ഷമമായിത്തീരുന്നു നമ്മുടെ ജീവിതം. അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാനും നല്ലതാണ്. ജൂൺ അവസാനം 9, 10 തീയതികളിലും ഒക്കെ ചില റിസർച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതിലൊക്കെ ചില കുഴപ്പങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യുന്നവരൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും ഒരു അടി തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ഡീലിങ്സ് നടത്തുന്നവർ, ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അവസാനമാകുമ്പോൾ ഈ 13 മുതലായിട്ടുള്ള 9, 10, 13 തീയതി ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആഴ്ചയുടെ അവസാനം അതൊരു സ്ഥിരതയിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഒരു പുതിയ ദിശാബോധം ജോലിയിൽ വളർന്നു വരും. ഒരു നൂതനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ജോലി അഥവാ ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ കരിയർ അല്ലെങ്കിൽ എന്താണെങ്കിലും അവരുടെ പ്രവൃത്തി മാറുന്നതായിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ധന വിഷയത്തിലേക്കും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പതുക്കെ പോകുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ് ഉണ്ടാകുന്നത്. ബന്ധുത്വവും അവരുമായിട്ടുള്ള ഒരു സംവാദങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തെ ചെയ്യുന്നുണ്ട്. മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നതും അത് മാറുന്നതായിട്ട് കാണാവുന്നതാണ്. ഇവർക്ക് സുബ്രഹ്മണ്യസ്വാമിയെ പൂജിക്കുക, അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിന് ഗ്രഹശാന്തി ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിന് പേര് പറയുക. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ 1ാം പാദവും ചേർന്നതാണ് സാജിറ്റേറിയസ് ധനുക്കൂറ്. കുറച്ച് ശ്രദ്ധ നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ പ്രവർത്തന മേഖലയിലും അപ്പാടെ വേണ്ടതാണ്. വ്യാഴം 7ാം ഭാവത്തിലിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, വർക്ക് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ
ജോലി സംബന്ധമായിട്ടുമൊക്കെ ചില വ്യത്യാസങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. കുറച്ചൊരു അൺസർട്ടനിറ്റിയൊക്കെ ആഴ്ചയുടെ ആദ്യകാലത്ത് തോന്നാം. എന്നാൽ പിന്നീടത് 8, 9, 10 മുതലായിട്ടുള്ള ദിവസങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ക്ലാരിറ്റിയൊക്കെ വരും. എന്നാൽ അതിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പാർട്ട്നേഴ്സുമായിട്ട് ടേംസും മറ്റും കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെ ചില ചതി പറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാനം ശരിയായ മാനേജ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചില കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ചില നൂതനമായിട്ടുള്ള ബന്ധങ്ങൾ ബിസിനസ്സിലും മറ്റുമൊക്കെ ചില കൊളാബറേഷൻസും ഒക്കെ വരാനുള്ള സാധ്യതയാണ്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ധനവിനിയോഗത്തിലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്ന് പ്രതീക്ഷിച്ചിരിക്കാത്തതായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിലും കുറച്ചൊക്കെ സ്ട്രെസ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശയവിനിമയത്തിൽ കൂടെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മനോപ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലെയും ബിസിനസ് ജീവിതത്തിലെയും അല്ലെങ്കിൽ കരിയറിലെയും ഒക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഗ്രഹത്തെ പൂജിക്കുക, ആ വ്യാഴഗ്രഹത്തിന് വേണ്ട ശാന്തി ചെയ്യുക, ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തിയെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, യഥാശക്തി വഴിപാടുമൊക്കെ നടത്തുന്നതും ഒക്കെ പരിഹാരം തന്നെയാണ്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിനെ വിളിക്കുക. ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതായത് ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സോ പാർട്ട്ണർഷിപ്പോ ഒക്കെ നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യുന്നവർ, അതിലൊക്കെ തനിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം. 7ാം ഭാവത്തിലേക്ക് ആണ് വ്യാഴം വരുന്നത്. ഇതിൽ കൂടെ നമുക്ക് റെക്കഗ്നീഷൻ വർദ്ധിക്കുന്നതായിട്ടാണ്. മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസം പിടിച്ചു പറ്റാൻ സാധിക്കും. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഇതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സ്, അതായത് ഇപ്പോൾ വർക്ക് ലോഡ് പലപ്പോഴും നമ്മളെ കൂടുതലായിട്ട് ജോലി ഏൽപ്പിക്കുക അഥവാ ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക, പ്രത്യേകിച്ച് ആഴ്ചാവസാനത്തിൽ കുറേയേറെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും ജോലി കൂടുതലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കൂട്ടായ്മ കൊണ്ടുള്ള സംരംഭകത്വം, കൂട്ടായ്മയിൽ കൂടെ വന്നു ചേർന്ന സംരംഭകത്വത്തിൽ കൂടെ ഉണ്ടാകുന്ന ലാഭങ്ങളൊക്കെയാണ് ഇവർക്കുണ്ടാകാൻ സാധ്യത. ധനപരമായിട്ട് അത്ര മോശം എന്ന് പറയാനില്ല, എന്നാൽ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഇൻകം തന്നെയാണ് ഉണ്ടാകുക. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ശാരീരിക ക്ഷീണം, മാനസിക പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ കൊണ്ടാണ് അത് സംഭവിക്കുക. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ഗ്രഹത്തിന് പൂജ ചെയ്യുക, ധർമ്മശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക, തിരി, പായസം മുതലായവ നടത്തുക. ഈ ഗ്രഹത്തിൻ്റെ വസ്ത്രം, പാത്രം, ധാന്യം മുതലായവയോടുകൂടി ഒരു ഉത്തമനായിട്ടുള്ള ഉപാസകന് ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. എക്വാരിസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അവിട്ടത്തര, അതായത് അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പോരൂരുട്ടാതി മുക്കാല് 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഈ കുംഭക്കൂറുകാർക്ക് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും ഡിസൈനിങ്ങും അല്ലെങ്കിൽ പദ്ധതികൾക്ക് രൂപം നൽകുക മുതലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത്രയും നാളുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അത് ഒരു കുറച്ചുകൂടെ ഡിസിപ്ലിൻഡായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് വന്നു ചേരുന്നത്. ജൂൺ മാസം ഒരു 12, 13 കാലഘട്ടത്തിലാകുമ്പോൾ വളരെ വർക്ക് പ്രഷർ വളരെ കൂടും. അത് വളരെ ഡിസിപ്ലിൻഡായിട്ട് ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് അവനവൻ്റെ കർമ്മമേഖല ഏതാണെങ്കിലും അതിനനുസരിച്ച് അതിൽ വേണ്ടത്ര ശ്രദ്ധ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വർക്ക് ലോഡ് കൂടുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ വളരെ പ്രയാസപ്പെടും. എക്സിക്യൂഷനും മറ്റുമൊക്കെ സാധിക്കാതെ വരും. അതിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാ മേഖലകളിലും, പഠിത്തമാണെങ്കിലും ഗവേഷണമാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്യുന്നതിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ആ എക്സിക്യൂഷനിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസ്, വരുമാനത്തെക്കാളേറെ എക്സ്പെൻസ് ഉണ്ടായേക്കാം. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകാനോ ഫുഡ് പോയ്സൺ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഡൈജഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ച് കൂടാനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് രാഹുഗ്രഹത്തിൻ്റെ ശാന്തികർമ്മം, അതായത് ദാനം, ഹോമം,
പൂജ മുതലായിട്ടുള്ളവ നടത്തുന്നതും രാഹുവിൻ്റേതായിട്ടുള്ള ദ്രവ്യങ്ങൾ ലോഹം, പാത്രം, മറ്റ് ധാന്യം, വസ്ത്രം മുതലായവയോടുകൂടി ഉത്തമനായിട്ടുള്ള ഒരു സാധകന് ദാനം ചെയ്ത അനുഗ്രഹം വാങ്ങിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് അതിനെ വിളിക്കുക. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് പീസസ്. അതായത് മീനക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയും 7.5 ശനിയും തന്നെയാണ്. 2.5 വർഷക്കാലത്തോളം ശനി മാറുന്ന കാലം വരേക്കും അത് നിലനിൽക്കും. എന്നാൽ ഇവരുടെ ലഗ്നപതിയായിട്ടുള്ള വ്യാഴം ഉച്ചത്തിൽ കർക്കിടകത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാത്തിലും ഒരു ഈ പറയുന്ന ദുരിതങ്ങളുണ്ടെങ്കിൽ പോലും, ശനിയുടേതായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ഒരു അഭിവൃദ്ധി അവർക്ക് ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു ഈശ്വരാധീനം അവർക്ക് ഉള്ള കാലമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ 7-8 തീയതികളിലൊക്കെ കുറച്ചൊരു സ്ട്രെസ്സും ഒക്കെ അവർക്ക് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 11-ാം തീയതിക്ക് ശേഷം അതിൽ നിന്നൊക്കെ ഒരു വിമോചനം അഥവാ ഇതിനൊക്കെ ഒരു പരിഹാരം, ഒരു റിലീഫ് ഉണ്ടാകാൻ, അതായത് ചില ആശയക്കുഴപ്പങ്ങളോടുകൂടിയ ജോലി ചെയ്യേണ്ടി വരും, അഥവാ ജോലി ചെയ്യുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അംഗീകാരമില്ലായ്മ വരികയും ഒക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ 11-ാം തീയതിക്ക് ശേഷം അതിൽ നിന്ന് ഒരു റിലീഫ് ഉണ്ടാവുകയും അത് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. നമ്മുടെ കോൺഫിഡൻസ് ലെവലും, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്കുള്ള അതിൽ തനിക്കുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ആഴ്ചാവസാനത്തോടു കൂടി അതൊക്കെ കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബ ജീവിതത്തിലും സന്തോഷം തന്നെയാണ്. മറ്റ് ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരാനില്ല. മാനസിക പ്രശ്നങ്ങളുടേതായിട്ടുള്ള ചില വിഷയങ്ങൾ, അതായത് ഒരു മെൻ്റൽ ഇംബാലൻസും ഒക്കെ ഒരു പക്ഷേ അഥവാ ഉള്ളവർക്കത് കുറച്ചൊന്ന് കൂടാവുന്നതാണ്. അത് വേണ്ടത്ര സംയമനം ചെയ്യുക. അത് അങ്ങനെ സംയമനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ് മൂലം ചില രോഗങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശനി ഗ്രഹത്തിന് മറ്റേ ഹോമാദികൾ ചെയ്യുക, ദാനം ചെയ്യുക, അതിന് പറഞ്ഞതായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ഉത്തമനായിട്ടുള്ള സാധകന് ദാനം ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ശാസ്താക്ഷേത്രത്തിൽ അവ സമർപ്പിക്കുക. ശാസ്താക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. അതുപോലെ നിത്യേന ധ്യാനം നടത്തുക. ഇത് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. ഇതൊക്കെയും ഈ പറയുന്ന ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. നമസ്കാരം.